ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബബിളിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു ബബിൾ വാല്യുവേഷൻ്റെ എത്തിയെന്നും അതേ കണക്ക് തന്നെ നമ്മൾ ഇനി സ്റ്റോക്കുകൾ മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി മൾട്ടിബാഗർ റിട്ടേൺസ് കിട്ടത്തില്ല എന്നും മാത്രമല്ല നമ്മൾ ഇനിയും മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൂടുതൽ പൈസ കൊണ്ടിട്ടിരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് പീക്കാവുന്ന കൂടിയിട്ട് നമ്മുടെ പൈസ എല്ലാം നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ടുള്ള ഒരു ചർച്ച. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് അതാണോ സിറ്റുവേഷൻ എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് വരാം. നിഫ്റ്റി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 0.01% ഒരു അപ്സൈഡ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഒരു ചെറിയൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്ലിയർ ഒരു ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു സൈഡ് വേസ് ആണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെയും ബ്രേക്ക്ഔട്ട് ഇതുവരെ ആയിട്ടില്ല ഇൻഡെക്സ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റം കാഴ്ചവെച്ച് മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതേസമയം നമ്മൾ നാസ്ഡാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ഇപ്പോൾ വീക്കായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും അറിയാം അവിടെ ഒരു ബുൾ മാർക്കറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് എന്ന് പറയുന്നത് ആഡിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിൻ്റെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തുള്ള കറക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള കറക്ഷൻസ് ആയിരിക്കും. വളരെ പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് വരികയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് റിക്കവർ ചെയ്ത് കയറി ചെയ്യുന്ന ടൈപ്പിലുള്ള കറക്ഷൻസ് ആയിരിക്കും നമുക്ക് ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് കിട്ടുന്നത്. ആൻഡ് US ഈ മാർക്കറ്റ് തിരിച്ച് കയറി പോകുമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇതേ കണക്കുള്ള വീക്ക്നെസ് ഒന്നും തന്നെയില്ല. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രമുള്ള ഒരു വീക്ക്നെസ് ആണ് ഇൻഡെക്സിന് ഇത്ര കണ്ട് താഴത്തെ ലെവലിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇനി അതേ കണക്കിന് നമ്മൾ ബിറ്റ്കോയിൻ നോക്കാൻ നേരത്ത് ബിറ്റ്കോയിൻ മീഡിയം ടൈം ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റിൽ അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് വരാം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ബബിൾ ടെറിട്ടറിയിൽ എത്തിയോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സൈക്കിൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് ചില പർട്ടിക്കുലർ ഫേസുകളുണ്ട്. എന്തൊക്കെയാണ് ആ ഫേസ്? ബെയർ മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ്, ബുൾ മാർക്കറ്റ്. അതിനുശേഷം എഗെയിൻ ബെയർ മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ്, ബുൾ മാർക്കറ്റ്. ഈ രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ബുൾ മാർക്കറ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതിൻ്റെ നമ്മുടെ ബുൾ മാർക്കറ്റ് പീക്ക് ആവാറായിട്ടില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ചർച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കുന്ന ഈ ടാക്സിൽ വന്നേക്കുന്ന ഒരു ഹൈക്ക് കാരണമാണ്. കാരണം ഇതിനു മുമ്പ് ടാക്സിൻ്റെ അകത്ത് ഹൈക്ക് വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തായിരുന്നു. ആൻഡ് ആ സമയത്ത് അന്നത്തെ ദിവസം നമ്മുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് 6% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് 50% ഡ്രോപ്പ് അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന പീക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പീക്കിൽ നിന്ന് 50% ഡ്രോപ്പ് എടുക്കുകയും പിന്നീട് കൊറോണ ക്രാഷ് വന്നപ്പോഴത്തേക്കും ഫർദർ അവിടെ നിന്ന് ഡൗൺ ആവുകയും അങ്ങനെ ടോട്ടലി നമ്മൾ 2018 അല്ലെങ്കിൽ 17 ലാസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടോപ്പ് വെച്ച് നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 66% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഇടിവിന് നമ്മൾ മുമ്പായിട്ട് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിരുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ പൊറഞ്ചു വേലയത്തിനെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു നല്ലൊരു ടൈമായിരുന്നു. അവരുടെ ഒരു പീക്ക് ടൈമായിരുന്നു. ഏറ്റവും കൂടുതൽ നല്ല നല്ല സ്റ്റോക്ക് പിക്കുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ അതേ കണക്ക് തന്നെ PMS ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലെല്ലാം തന്നെ സ്പോർഞ്ച് വേലയത്തിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു. അതിനുശേഷം ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു വലിയൊരു ബെയർ മാർക്കറ്റ് വന്നപ്പോഴത്തേക്കും ഇവരെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ PMS കാര്യങ്ങളൊന്നും അത്ര കണ്ട് പെർഫോം ചെയ്യാതെ അവരുടെ PMSകളൊക്കെ എനിക്ക് തോന്നുന്നു 40% 60% ഒക്കെ ഡൗൺ ആയിട്ട് ഇവർ മാർക്കറ്റിൻ്റെ അകത്ത് ആ ഒരു ഫാൻസിയിൽ ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയും പുതിയതായിട്ടുള്ള ആൾക്കാർ എമർജ് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഫണ്ടുകൾ, പുതുതായിട്ടുണ്ടായിരിക്കുന്ന PMSകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ എമർജ് ചെയ്ത് വരും. അടുത്തൊരു ബെയർ മാർക്കറ്റ് വരാൻ നേരത്തും ഇത് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പഴയ ഫണ്ടുകൾ അല്ലെങ്കിൽ പഴയ മ്യൂച്വൽ ഫണ്ടുകൾ കാര്യങ്ങളൊന്നും അത്ര കണ്ട് മാർക്കറ്റിൻ്റെ അകത്ത് പിന്നീട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതായിരിക്കത്തില്ല. പിന്നെ പുതിയ ഫണ്ടുകളായിരിക്കും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇത് മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാ സൈക്കിളിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈമിൽ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാൻ നേരത്തും അത്ര കണ്ട് എന്താ പറയുക ഒരു ഓവർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ റീസണും ഇതാണ്. ഒരു ബെയർ മാർക്കറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് മുമ്പുണ്ടായിരുന്ന കിടിലം മ്യൂച്വൽ ഫണ്ടുകളായിരിക്കത്തില്ല അടുത്ത ഒരു കിടിലം മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ തന്നെ ഓരോ സൈക്കിളുകളിലും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ ലോങ് ടൈമിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ അകത്ത് പോലും നമ്മൾ SIP ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 12% നമുക്ക് റിട്ടേൺസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു 50% പ്രോബബിലിറ്റി ഉള്ള സാധനം മാത്രമാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രോപ്പർ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ എപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 12% എങ്കിലും മിനിമം കിട്ടുള്ളൂ എന്നുള്ള പറഞ്ഞിട്ട് ഒരു സ്റ്റഡി നമുക്ക് നടത്താവുന്നതാണ്. എനിവേ ഇന്നത്തെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ട് അധികം പോകുന്നില്ല. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന മാർക്കറ്റ് സൈക്കിളുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ മാർക്കറ്റ് സൈക്കിളിൽ
നമുക്കറിയാം ആദ്യം എന്താണ് കിട്ടുന്നത്, ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് സൈഡ് വേസ് മാർക്കറ്റാണ് കിട്ടുന്നത്. ആൻഡ് ഈ സൈഡ് വേസ് മാർക്കറ്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ബുൾ റണ്ണിനെ ലീഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്ത് ബെയർ മാർക്കറ്റിന് ശേഷം ആദ്യമേ തന്നെ അവരുടെ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അകത്ത് അത്ര കണ്ട് കോൺഫിഡൻസ് ഇല്ലായിരിക്കും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ അകത്ത് കോൺഫിഡൻസ് ഇല്ലായിരിക്കും. ആൻഡ് ഈ എമർജ് ചെയ്ത് വരുന്ന സ്റ്റോക്കുകൾ, തീമുകൾ എന്ന് പറയുന്നത് അത് അത്ര കണ്ട് പോസിറ്റീവായിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ടൈപ്പ് തീമുകളായിരിക്കത്തില്ല. കാരണം അത് പലപ്പോഴും പുതിയ സെഗ്മെൻറ്റുകളായിരിക്കും, അതല്ലെങ്കിൽ സൈക്ലിക്കൽ സെഗ്മെൻറ്റുകളായിരിക്കും. അങ്ങനെയൊക്കെ എന്താ പറയുക, മാർക്കറ്റിൻ്റെ അകത്ത് റീസെൻ്റ്ലി ഒരു ഫാൻസിയിലും ഇല്ലാത്ത അല്ലെങ്കിൽ പുതിയ ടൈപ്പിലുള്ള ബിസിനസ്സുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ അകത്ത് അത്ര കണ്ട് കോൺഫിഡൻസ് കാണത്തില്ല. ഈ ബിസിനസ്സുകളൊക്കെ സസ്റ്റെയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ബിസിനസ് ഇന്ന പ്രോബ്ലംസ് ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാടധികം ഡൗട്ടുകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കൊറോണ ക്രാഷിന് ശേഷം തന്നെ നോക്കാം. കൊറോണ ക്രാഷിന് ശേഷം ആദ്യം എമർജ് വന്ന ബിസിനസ്സുകളെന്ന് പറയുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ്, അതല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ സ്റ്റോക്കുകൾ, ഇതൊക്കെയാണ് ആദ്യം എമർജ് ചെയ്ത് വന്നത്. ഓക്കെ, ഈ ആദ്യം എമർജ് ചെയ്ത് വന്ന ഈ പർട്ടിക്കുലർ സ്റ്റോക്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് എന്തൊക്കെയായിരുന്നു അന്ന് മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഡിസ്കഷൻസ്. ഇപ്പോൾ ഡിക്സണൊക്കെ അറിയാം. ഡിക്സണൊക്കെ ആ സമയത്ത് പോസ്റ്റർ ബോയ്സ് ആണ്, ആ സമയത്ത് മൾട്ടിബാഗർ റിട്ടേൺസ് എന്ന സ്റ്റോക്കുകളാണ്. അതിൻ്റെ ഡിക്സണിനെ പറ്റിയിട്ട് അന്നുണ്ടായിരുന്ന മെയിൻ ഡൗട്ടുകൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്സൺ എന്ന് പറയുന്ന ഒരു ലോ മാർജിൻ ബിസിനസ് അല്ലേ. അപ്പോൾ ഈ ലോ മാർജിൻ ബിസിനസ് കൊണ്ട് ഡിക്സൻ്റെ മാർജിൻ ആ സമയത്ത് 2%, 3% ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ലോ മാർജിൻ ബിസിനസ് എങ്ങനെ മാർക്കറ്റിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യും, ഇത് ലോങ് ടൈമിൽ സസ്റ്റൈനബിൾ അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കഥകളുണ്ടായിരുന്നു. ഇനി കെമിക്കൽസിൻ്റെ അകത്ത് നോക്കിയായിരുന്നെങ്കിൽ കെമിക്കൽ സൈക്ലിക്കലായിട്ടുള്ള സെക്ടറുകളാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ ചൈന ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സുകളെല്ലാം തന്നെ തിരിച്ച് ചൈനയിലോട്ട് പോകുന്നതായിരിക്കും, നമുക്കിതിൻ്റെ അകത്ത് മൾട്ടിബാഗർ റിട്ടേൺസ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചർച്ചകൾ ആ സമയത്ത് കെമിക്കലിൻ്റെ അകത്തുണ്ടായിരുന്നു. ആൻഡ് പതുക്കെ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഈ സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നു. ഇത് പതുക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നു. ഇത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മേലോട്ട് പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് കൺവിക്ഷൻ കൂടി വരുന്നത്. ആൻഡ് കൺവിക്ഷൻ കൂടി വരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ അകത്ത് പൊസിഷൻ എടുക്കുകയും ആൻഡ് ഇനിഷ്യലി പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നോർമലി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്തൊക്കെ അറിയാം, ആദ്യം ബിഗ്ഗീസിൻ്റെ അകത്തൊക്കെ ഓൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നുണ്ടായിരിക്കും, അവർ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും സാധാരണക്കാർ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത്. സാധാരണക്കാർ പൊസിഷൻ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും അവരും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, അവരും ഇതിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. സ്റ്റോക്ക് പ്രൈസ് മേലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ റിട്ടേൺസ്, ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ റിട്ടേൺസ് ഉണ്ടാക്കിയത് കണ്ടുകൊണ്ട് അവർ പറയുന്നത് കേട്ടിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് ഭയങ്കര വലിയ ഒരു റിട്ടേൺസ് കിട്ടുന്ന സമയമാണ്, ബുൾ മാർക്കറ്റാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിട്ട് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള നോളജും ഇല്ലാത്ത അട്ടർ ന്യൂബീസ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഫേസിൻ്റെ അകത്തും മാർക്കറ്റ് അവരുടെ ബുൾ റൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പെർഫോം ചെയ്ത ആ ഒരു പർട്ടിക്കുലർ സെക്ടർ സ്റ്റോക്കുകൾ അത്ര കണ്ട് പെർഫോം ചെയ്യണമെന്നില്ല. ഓക്കെ, അവർ പിന്നീട് അത്രാണ്ട് പെർഫോം ചെയ്യാതെ അവർ ലൈറ്റായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ന്യൂബീസ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവർ കൂടുതലും ഇതുവരെ പെർഫോം ചെയ്യാത്ത ടൈപ്പ് സ്റ്റോക്കുകൾ, താഴത്തെ ലെവലിൽ ഇടിഞ്ഞ് നിൽക്കുന്ന പെന്നി ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകൾ, അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകളിലോട്ട് പോകുന്നതായിരിക്കും. അതിൻ്റെ മാർക്കറ്റ് മാത്രമല്ല, മാർക്കറ്റിൻ്റെ അകത്ത് ഇത്ര ഒരു ബുള്ളിഷ് മൊമെൻ്റ് നിൽക്കാൻ നേരത്ത് ഈ മാർക്കറ്റിൻ്റെ അകത്ത് പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ കൂടാൻ നേരത്ത് പുതിയ IPOs വരുന്നതായിരിക്കും, പുതിയ തീമുകൾ എമർജ് ചെയ്ത് വരുന്നതായിരിക്കും. ഗവൺമെൻറ് സൈഡിൽ നിന്ന് വേറെ ഏതെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പുഷ് പോസിറ്റിവിറ്റി ഒക്കെ കിട്ടാൻ നേരത്ത് അടുത്ത സെഗ്മെൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് എമർജിങ് തീമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ എല്ലാം റണ്ണപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. ഈ രീതിയിൽ ആ ബുൾ മാർക്കറ്റ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് റാലി നടക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് നമ്പർ ഓഫ് തീമുകളെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരുന്ന പൈസ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. കുറേ കൂടെ ഈ പർട്ടിക്കുലർ ബെറ്റുകളിലോട്ട് മാത്രം കോൺസെൻട്രേറ്റഡ് നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഇനിഷ്യൽ കുറച്ച് ഡേയ്സ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്നതിനനുസരിച്ച്, കൂടുതൽ ഷെയർ പ്രൈസിലുള്ള റിട്ടേൺസ് കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരികയും ആ സമയത്ത് കൂടുതൽ തീമുകൾ മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായി വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് വരുന്ന പൈസ എന്ന് പറയുന്നത് സ്പ്രെഡ് ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നീട് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ 1-2 സെഗ്മെൻറ്റുകൾ 1-2 തീമിൻ്റെ അകത്തായിട്ടല്ല, പല തീമുകളിലായിട്ട് മണി സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ആദ്യം കിട്ടിയതുപോലെ ഭയങ്കര വലിയൊരു മൾട്ടിബാഗർ സ്റ്റോക്കുകൾ ഈ പർട്ടിക്കുലർ രണ്ടാമത് വരുന്ന തീമുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. കിട്ടാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് കുറവായിരിക്കും. മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കാൻ നേരത്ത് ഒരു പർട്ടിക്കുലർ തീം എമർജ് ചെയ്ത് വരുന്നു, ആ തീമിൻ്റെ അകത്തുള്ള മാക്സിമം സ്റ്റോക്കുകൾ എന്ത് കിട്ടുന്നു, മൾട്ടിബാഗർ ആകുന്നു. പക്ഷേ രണ്ടാമത്തെ സെറ്റ് ഓഫ് ആ ഒരു റാലിക്കകത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്ത് മാക്സിമം സ്റ്റോക്കുകളൊന്നും മൾട്ടിബാഗർ ആവാറില്ല. അതിൻ്റെ അകത്തുള്ള നല്ല സ്റ്റോക്കുകൾ മാത്രം മൾട്ടിബാഗർ കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. അത്ര രണ്ട് ഏണിങ്സിൻ്റെ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റോക്കുകൾ മാത്രം, കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് മൾട്ടിബാഗർ റിട്ടേൺസ് തരാറുള്ളൂ.
പിന്നെ ഇതിനൊരു എക്സെപ്ഷൻ വരുന്നൊരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് ഹെവി ആയിട്ടുള്ള ലിക്വിഡിറ്റി വരികയാണ്. ഓക്കെ, ഹെവി ആയിട്ടുള്ള ലിക്വിഡിറ്റി പല കാരണങ്ങളും കൊണ്ടുവരാം. ഇപ്പോൾ ഹെലികോപ്റ്റർ മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ എക്കണോമിക് അകത്തോട്ട് ഗവൺമെൻറ് തന്നെ പൈസ പമ്പ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കൊറോണ ക്രാഷിന് ശേഷമൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ അകത്തോട്ട് ഹെവി ആയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് പൈസ പമ്പ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഭയങ്കര വലിയതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഓൾറെഡി തന്നെ അണ്ടർ പെനിട്രേറ്റഡ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റ്. അതിൻ്റെ റീറ്റെയിലിൻ്റെ ഇപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ബൈങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഒരു ലിക്വിഡിറ്റി ഹൈക്ക് വരാൻ നേരത്താണ് നമ്മളൊരു ബബിൾ വാല്യുവേഷനിലോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇത് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ ഒരു ബബിൾ ടെറിട്ടറി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ അങ്ങനെ ബിലീവ് ചെയ്യുന്നില്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ നേരത്ത് ഇനിയും ഒരുപാട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടിയിട്ട് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ മൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന ഫെർട്ടിലൈസറും അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടംപോലെ തീമുകൾ ഇപ്പോൾ നമുക്ക് അറിയാം. മാർക്കറ്റിൻ്റെ അകത്ത് ഒട്ടനവധി തീമുകളിലാണ് ഇപ്പോൾ റണ്ണപ്പ് കടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഈ ഒരു ബുള്ളറിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PSU, റെയിൽവേ അങ്ങനെ കുറച്ച് തീമുകളിൽ മാത്രമായിരുന്നു റണ്ണപ്പ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി തീമുകളാണ്. ഡാറ്റാ സെൻറ്റർ, വാട്ടർ തീം, ഇനി അതേ കണക്ക് തന്നെ അഗ്രോ കെമിക്കൽസ്, ഹൗസിംഗ് ഫിനാൻസ്, ഇങ്ങനെ ഇഷ്ടംപോലെ തീമുകളാണ് ഇപ്പോൾ നമുക്ക് ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. ആൻഡ് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന എല്ലാ തീമുകളിലോട്ടും മണി സ്പ്രെഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഈ മറ്റ് തീമുകളിൽ കിട്ടിയതിൻ്റെ അത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള റണ്ണപ്പ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ മാർക്കറ്റിൻ്റെ അകത്ത് ലിക്വിഡിറ്റി കൂടുകയാണെങ്കിൽ, ലിക്വിഡിറ്റി എങ്ങനെ കൂടാൻ പറ്റും? ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്ന വഴിയിട്ട് ലിക്വിഡിറ്റി കൂടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ലിക്വിഡിറ്റി കൂടുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമ്മൾ ഓബിയസ്ലി ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ബബിൾ ടെറിട്ടറിയിൽ എത്തിയെന്നിരിക്കാം. ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു ബബിൾ ടെറിട്ടറിയിൽ എത്തിയിട്ടില്ല. ആൻഡ് നമ്മുടെ മാർക്കറ്റിൻ്റെ സൈക്കിളും US മാർക്കറ്റിൻ്റെ സൈക്കിളും ഒക്കെ വെച്ച് നോക്കാൻ നേരത്തും ഇനിയും നമ്മുടെ മാർക്കറ്റ് കുറച്ച് നാളുകൂടെ ഈ ഒരു ബുൾ റൺ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ എന്നിരുന്നാലും നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കുറച്ച് മാസങ്ങൾ മുന്നേ തന്നെ വേണമെങ്കിൽ പീക്ക് എടുക്കാവുന്നതാണ്. US മാർക്കറ്റ് പീക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2018 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 2018 US മാർക്കറ്റ് പീക്ക് ചെയ്യുന്നതിന് കുറച്ച് മാസം മുന്നേ തന്നെ, ഒരു 7-8 മാസം മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയിട്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ടാക്സിൻ്റെ അകത്തൊരു ഹൈക്ക് വന്നിട്ടും അങ്ങനെ വലിയൊരു റിയാക്ഷൻ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ബുൾ റൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇതൊരു ബബിൾ വാല്യുവേഷനോട്ട് പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഹൈ ലിക്വിഡിറ്റി കിട്ടണം. ആൻഡ് ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ മൾട്ടി ബാഗർ ആയിട്ട് വരുന്ന ഒരു സിനാരിയോയിലോട്ടുകൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഓബിയസ്ലി ബബിൾ വാല്യുവേഷനിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ബബിൾ വാല്യുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ബബിൾ എന്താ പറയുക ബേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോഴും നോക്കാം. പക്ഷേ ഇങ്ങനൊരു ബബിൾ വാല്യുവേഷൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയാലും ട്രേഡർ ആയാലും ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ അകത്ത് ബബിൾ ബിൽഡ് ചെയ്യാൻ നേരത്താണ്. അപ്പോഴാണ് നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഏത് സ്റ്റോക്ക് എടുത്താലും നമുക്കറിയാം. നമ്മുടെ ഇപ്പോൾ ഒരു മൾട്ടിബാഗർ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ മൾട്ടിബാഗർ ആകത്തുള്ളൂ. പക്ഷേ ഒരു ബബിൾ വാല്യുവേഷനിലോട്ടൊക്കെ പോകുന്ന ഒരു ബബിൾ മാർക്കറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും മൾട്ടിബാഗർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ ആയിരിക്കും. പക്ഷേ ഇത് ബേസ്റ്റ് ആവുന്നതിന് മുമ്പ് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വൈസ് ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് അപ്പോഴും നോക്കാവുന്നതാണ്. എങ്ങനെ മാർക്കറ്റ് ഇടിയാണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കൺവിക്ഷൻ ഉണ്ട്, ഇത് ലോങ് ടൈമിൽ ഇന്ത്യ വളരെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് തൂങ്ങാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓബിയസ്ലി നമുക്ക് നമ്മുടെ ക്യാഷും കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബബിളിലോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി ബബിൾ ബേസ്റ്റ് ആയിട്ട് താഴോട്ട് വരാൻ നേരത്ത് നമുക്ക് നമുക്ക് എന്താ പറയുക വളരെ ലോ വാല്യുവേഷനിൽ സ്റ്റോക്കുകൾ കിട്ടുന്നതായിരിക്കും. ഒരു വർഷം വല്ലതും ഒരു ബെയർ മാർക്കറ്റായിട്ട് നമുക്ക് നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അത് എപ്പോഴായാലും വരാനുള്ള ഒരു ബെയർ മാർക്കറ്റായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേ കണക്കിന് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളെ പറ്റിയിട്ടോ മാർക്കറ്റിനെ പറ്റിയിട്ടോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.